നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡിസ്മാൻഡിൽ വീഡിയോ ആണ്. ഡിസ്മാൻഡിൽ നമ്മൾ വാങ്ങുന്ന പല ക്യൂബും നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്ത് നോക്കാറുണ്ട്. അതിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ മാക്സിമം എൻ്റെ കളക്ഷനിലുള്ള എല്ലാ ക്യൂബും ഞാൻ പീസാക്കി നോക്കിയിട്ടുണ്ട്. നമ്മുടെ ഏകദേശം എല്ലാവരെയും ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇതിന്റെ പാർട്സുകളൊക്കെ ഉണ്ടാവുക എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും. അപ്പോൾ അതിന്റെ പേരിൽ എല്ലാം ഊരി നോക്കുന്ന പരിപാടി എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതേപോലെ എനിക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്യൂബ് ഇതാണ് ഗിയർ ക്യൂബ്. ഈ ഗിയർ ക്യൂബൊക്കെ മൂവ്മെന്റ് ഒക്കെ നല്ല രസം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗിയർ ക്യൂബിന്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാവും, എന്താ ഇതിന്റെ സെറ്റിങ്സ്, 3x3 പോലെ തന്നെ അതിന്റെ ഉള്ളിലുള്ള കോർ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതൊന്ന് അഴിച്ചു നോക്കുകയാണ്. അപ്പോൾ ഇതിന്റെ എല്ലാത്തിനും ഒരു സെന്റർ ഉണ്ടാവും. സെന്റർ വൈറ്റ് യെല്ലോ അത് ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ അഴിച്ചെടുക്കുകയാണ്. സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ അതിന്റെ സെന്റർ ഒന്ന് നമ്മൾ മാറ്റി വെക്കുന്നു. ഇവിടെ ഒരു സ്റ്റാർ സ്ക്രൂ ഉണ്ടാവും, അത് നമ്മൾ അഴിച്ചെടുക്കുക ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ക്യൂബ് അഴിച്ചെടുത്തിട്ടാണ് സാധാരണ സോൾവ് ചെയ്യല്. കാരണം നമുക്ക് ഇക്വേഷനൊക്കെ ചെയ്ത് അൽഗോരിതമൊക്കെ നോക്കി സോൾവ് ചെയ്യാനൊന്നും അത്ര ചെറുപ്പത്തിൽ അറിയില്ലായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഇതൊക്കെ പീസാക്കിയിട്ടാണ് സാധാരണ സോൾവ് ചെയ്യാറ്. പണ്ടത്തെ നമ്മുടെ സാധാരണ വാങ്ങുന്ന ക്യൂബിൽ ഇതേപോലെ അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ കാലത്തൊക്കെ ഉണ്ട് തോന്നുന്നു. പക്ഷെ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ഊരി എടുക്കുമ്പോഴേക്കും തന്നെ അതിന്റെ ത്രെഡും കാര്യങ്ങളൊക്കെ പോട്ടോ. വളരെ ക്വാളിറ്റി കുറഞ്ഞ പ്ലാസ്റ്റിക്. അപ്പോൾ നമ്മൾ ഇതൊന്ന് അഴിച്ചെടുത്തിന് ഇതിന്റെ സെന്റർ ഒന്ന് നമ്മളിങ്ങോട്ട് എടുക്കുകയാണ്. അതായത് ഇതിന്റെ സ്ക്രൂ ഇതാ കുറച്ച് ത്രെഡ് പോയ പോലെ ഉണ്ട് കേട്ടോ. അതാ അതിന്റെ ഇന്നർ ത്രെഡ് പോയിട്ടുണ്ട്. സ്പ്രിങ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡൊന്ന് മാറ്റിയെടുക്കുകയാണ്. പീസുകളൊക്കെ ഒന്നും ഇങ്ങോട്ട് മാറ്റി വെച്ചു. സെൻറ്റർ ഇതാണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ സ്പ്രിങ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ. ഇതിൽ ഫുള്ള് സ്ക്രൂ ആണ് കേട്ടോ. നമ്മൾ ഓരോ പീസും എടുത്താൽ എന്താ നിങ്ങൾക്ക് ഇവിടെ അറിയാതാ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാ ഇത്ര സ്ക്രൂ ചെയ്ത് വെച്ചതെന്ന് എനിക്കറിയില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്യൂരിയോസിറ്റി ഉണ്ട്, ഒന്ന് ഊരി നോക്കാം. എന്തിനാ ഇപ്പോൾ സ്ക്രൂ ചെയ്ത് വെച്ചത്. ചെറിയ സ്ക്രൂ ആണ് കേട്ടോ, വളരെ ചെറുതാ. ഇത് ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇവിടെ ഒരു ഇതിൽ ടൈറ്റ് ചെയ്യാന്നുള്ളൂ. ചിലപ്പോൾ ഇതിൻ്റെ ഗിയർ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റോ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ തിരിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ പീസും ഉണ്ട്, ഇതേപോലെ ഒരു മോഡൽ പീസും ഉണ്ട് കേട്ടോ. ഇതും ഇവിടെ ഒരു സ്ക്രൂവിൽ ചെയ്ത് വെച്ചതാണ്. പക്ഷെ ഇത് സെൽഫ് റൊട്ടേറ്റ് ആട്ടോ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഈ ഒരു മോഡലും ഉണ്ട്, ഈ ഒരു മോഡലും ഉണ്ട്. അതേപോലെ ഇതും നമ്മുടെ 3x3 ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. താഴെ ഇങ്ങനെ ഇറക്കി വെക്കുന്നതാണ്. അതേപോലെ 4 സൈഡ് പീസുകൾ ഉണ്ടാവും. പിന്നെ ഇതേപോലെ കോർണർ പീസുകൾ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കോറ്. വളരെ സിമ്പിളാണ്. നമ്മുടെ ഒരു ബോൾ, ഉള്ളിലൊരു ബോൾ പോലെ ഉള്ള ഒരു ഷേപ്പ് കേട്ടോ. 3x3 അതേപോലെ തന്നെയാണ്. ഒരു കോറ് പോലെ തന്നെ ഉണ്ടാവും. ഇതിലാകെ വരുന്നത് ഇതേപോലത്തെ ഒരു പീസും ഈ ഒരു പീസും. ഇത് കോർണറും ഇത് സൈഡ് പീസും ആയിട്ടാണ് വരുന്നത്. ഇത് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇതിൽ വെറുതെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഇത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളത്. അപ്പോൾ നമ്മുടെ പീസുകൾ പറയുകയാണെങ്കിൽ സൈഡ് ഒന്ന് കോർണർ പീസുകൾ, അതായത് 3 കളേഴ്സ് വരുന്നത് 1, 2,
3 4 5 6 7 8 പീസ് 8 9 പീസുള്ളൂ. ഓക്കെ, 9 പീസുകളാണ് ഉള്ളത്. പിന്നുള്ളത് 1 2 3 4 5 6 7 8 9 10 11. ഓക്കെ, അപ്പോൾ ഇത്രയും പീസുകളാണ് നമ്മുടെ ഗിയർ ക്യൂബിൽ വരുന്നത്. വെറൈറ്റി ആയ ഒരു ക്യൂബാണ്. അപ്പോൾ നമ്മുടെ ഡിസ്മാൻഡിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്യൂബ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.